പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലെ വിശുദ്ധ ആരാധനയിൽ അതീവമായ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവിക വിടുതൽ പ്രാപിക്കണമെന്നുള്ള ഹൃദയവാഞ്ചയോടുകൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് പിന്നെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആമുഖത്തോടുകൂടെ ദൈവവചന സൃഷ്ടിയിലേക്ക് കിടക്കുകയാണ്. പ്രാരംഭമായി 61 യെശയ്യാ പ്രവചനം 61 അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ആ ശുശ്രൂഷയിലേക്ക് കിടക്കാം. യെശയ്യാ 61 3-4 വാക്യങ്ങൾ. യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ധന്യമായ നാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ശ്രദ്ധയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുകയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ജീവിതത്തെ ആകമാനമായി നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും ഒരു പടി മുൻപോട്ട് നയിക്കുവാൻ ഇടയാകേണ്ടതിന് അങ്ങേയറ്റം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് ജാഗരിച്ച് അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ഉയർന്നുകൊണ്ട് വേണം നിങ്ങൾ ഇരിക്കുവാൻ. കാരണം നമ്മളൊരു സഭായോഗത്തിൽ നമ്മളിങ്ങനെ സാധാരണ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയ ശീലം അതിൻ്റെ ഭാഗമായി കടന്നു വരുന്നതല്ല. മറിച്ച് സങ്കീർണമായ അനേക സാഹചര്യങ്ങളിൽ നടുവിലൂടെ നാം കടന്നു പോകുന്നു. അതിൻ്റെ നടുവിലെല്ലാം അതിനോട് ദൈവവചനം എന്തു പറയുന്നു, നമ്മുടെ സാഹചര്യങ്ങളോട് ദൈവവചനം എന്താണ് പറയുന്നത്, കർത്താവിന് എന്താണ് നമ്മോട് പറയാനുള്ളത്, കർത്താവിന് എന്താണ് നമ്മളിൽ ചെയ്യുവാനുള്ളത്, പരിശുദ്ധാത്മാവിന് എന്താണ് നമ്മളിൽ പ്രവർത്തിക്കുവാനുള്ളത്, ഇതെല്ലാം കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു ക്രൂഷ്യൽ ടൈമിലാണ് നമ്മൾ ദൈവന ശുശ്രൂഷയുടെ മുൻപാകെ വിശേഷാൽ ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെൻസിൽ ആണ് നമ്മളായിരിക്കേണ്ടത്. ഇപ്പോൾ അറിവോ, ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ അറിവ് പ്രകടിപ്പിക്കാനോ എൻ്റെ കഴിവുകളെ പ്രകടമാക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജനത്തിനു വേണ്ടി നൽകുന്ന ആലോചന പങ്കുവച്ചവരെ ശരിയായ വഴിയിൽ ദൈവികമായി നടത്തേണ്ടതിനാണ് ഈ ആലോചനകളിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നത്. അപ്പോൾ ആ ഗൗരവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നന്നായി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ വളരെ ചരിത്ര പ്രാധാന്യമുള്ളതായ വചനഭാഗമാണ് യെശയ്യാ പ്രവചനത്തിലെ 61 അധ്യായം. ഇവിടെ പ്രത്യേകമായിട്ട് യഹോവയുടെ പ്രസാദ വർഷം, ഇത് ഇയർ ഓഫ് ദ ലോർഡ്സ് ഫേവർ, ദൈവത്തിൻ്റെ സീസണിൽ ദൈവം തൻ്റെ ജനത്തോട് കാണിക്കുന്ന ഫേവറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൂടെ മനസ്സിലാകാൻ അതിൻ്റെ ഭാഗം ഞാൻ ഇംഗ്ലീഷിലൊന്ന് പറയാം. To grant those who mourn in Zion, giving them a garland instead of ashes. Giving them a garland instead of ashes. 2, oil of gladness instead of mourning.
ഹല്ലേലൂയ. ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് ഇൻസ്റ്റെഡ് ഓഫ് മോർണിംഗ്. മൂന്നാമത്തത് മാൻഡിൽ ഓഫ് പ്രൈസ് ഇൻസ്റ്റെഡ് ഓഫ് സ്പിരിറ്റ് ഓഫ് ഫെയിൻറ്റിങ്. തളർത്തിക്കളയുന്നതായ ആ ദുർശക്തിയിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യുന്നു? ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിപ്പാനിടയാകുന്നൊരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. കൂടാതെ സോ ദേ വിൽ ബി കോൾഡ് ഓക്സ് ഓഫ് റൈച്ചസ്നെസ്, ദ പ്ലാന്റിംഗ് ഓഫ് ദ ലോർഡ് ദാറ്റ് ഹി മേ ബി ഗ്ലോറിഫൈഡ്. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, they will rebuild the ancient ruins. പുരാതന ശൂന്യങ്ങളെ അവർ പണിയും. They will raise up the former devastations. അപ്പോൾ യഹോവയുടെ പ്രസാദ വർഷം, ദൈവത്തിൻ്റെ ഫേവർ ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കും. They will raise up former devastation. തകർന്നടിഞ്ഞ പഴഞ്ചൊല്ലായി തീർന്ന പുരാതന ശൂന്യങ്ങളെ അവരെന്ത് ചെയ്യും? പണിത് ഉയർത്തും. They will repair ruined cities. തകർന്നടിഞ്ഞു പോയ, പേര് നഷ്ടപ്പെട്ടതായ, മാഞ്ഞുപോയതായ സിറ്റീസിനെ അവരെന്ത് ചെയ്യും? പണിതെടുക്കും. The desolations of many generations. Brokenness leads to a major breakthrough. ജീവിതത്തിൻ്റെ തകർച്ചകൾ, വെല്ലുവിളികൾ നമ്മെ വലിയ ബ്രേക്ക് ത്രൂവിലേക്ക്, ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അസാധാരണമായ ട്രയംഫൻ്റ് എക്സ്പീരിയൻസ്, വിജയത്തിൻ്റെ പാട്ടുപാടുവാൻ ഇടയാകുന്നതായ അനുഭവങ്ങളിലേക്ക് ദൈവജനം നയിക്കപ്പെടും. ഇഫ് യു ആർ ഫേസിങ് എ ബ്രോക്കൺ എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്, സോ യു ബി റെഡി ടു സീ എ മേജർ ബ്രേക്ക് ത്രൂ ഇൻ യുവർ ലൈഫ്. അമേൻ പറഞ്ഞാട്ടെ. അമേൻ്റെ എണ്ണം കുറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാപിക്കാനായിട്ട് വിട്ടിരുന്നാൽ മതി. ഹല്ലേലൂയ. റബൽ ഖമാനസിയാല. ഇഫ് യു ആർ ഗോയിങ് ത്രൂ എ ഡിഫിക്കൽട്ട് പാത്ത് ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, സോ യു ബി റെഡി ടു സീ എ മേജർ ബ്രേക്ക് ത്രൂ ഇൻ യുവർ ലൈഫ്. ശക്തമായ ദൈവപ്രവൃത്തിയെ കാണാൻ, അതിന് ആമേൻ പറയുക. അത് ഒരാളുടെ ഹൃദയത്തിനകത്ത് കയറിയാൽ അടുത്തിരിക്കുന്ന ആരെന്നൊന്നും ആരും നോക്കത്തില്ല. ഇന്നലെ രാത്രി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നയാന്ന് ആർക്കും ഫീൽ ചെയ്യത്തില്ല. അവൻ കുതിച്ചു ചാടും. അവർ ദൈവത്തെ സ്തുതിക്കും, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. എല്ലാ ക്ഷീണവും മറന്ന് ദൈവം എന്നോട് സംസാരിക്കുന്നു. He is closely watching my situation. So he is speaking to me. എന്നോട് സംസാരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകട്ടെ. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. So brokenness is an opportunity for God's breakthrough. Brokenness is an opportunity to God's breakthrough. ദൈവത്താൽ ഒരുക്കപ്പെടുന്ന ബ്രേക്ക് ത്രൂ ഉണ്ട്. ഹല്ലേലൂയ. അത് നമ്മുടെ ഇന്നത്തെ തകർച്ചയും ഇന്നത്തെ പ്രയാസവും ഇന്നത്തെ വെല്ലുവിളിയും ആമേൻ പറയണം നിങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. അത് നാളെ ദൈവം ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ, വിജയത്തിൻ്റെ പാട്ടായി പാടാൻ ഉള്ള അവസരമാക്കി മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് സഭയോട് വിളിച്ചു പറയാൻ എനിക്ക് ദൈവാത്മാവ് നിയോഗം തരുന്നു. ഹല്ലേലൂയ. നിന്റെ ഇന്നത്തെ തകർച്ചയുണ്ടല്ലോ, തൊടുന്നിടമെല്ലാം പരാജയമെന്ന് തോന്നുന്നത് പോലെ, കാര്യങ്ങൾ പലതും ചിന്തിക്കുന്നത് പോലെ നീങ്ങുന്നില്ല എന്ന് തോന്നുന്ന അനുഭവമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൂത് നിങ്ങളോടാണ്. ഗ്ലോറി ബി ടു ഗോഡ്. ഇതൊരവസരമാണ്. ദൈവം ഈ അവസരത്തെ
ഒരു വലിയ വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ ഇടയായിത്തീരും. Your trial are not the end of your life. Hallelujah. They are preparing for something great. ഇന്നത്തെ നിങ്ങളുടെ പരിശോധനകൾ വലിയ അനുഗ്രഹങ്ങളെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച് ഒരു ദൈവ നടത്തിപ്പ് എന്ന പോലെ, ദൈവം ചെയ്ത വലിയൊരു ഫേവർ എന്ന പോലെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ രാജ്യത്തേക്ക്, ഈ മണ്ണിലേക്ക് കാലുകുത്തി ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കാനും ഏൽപ്പിക്കപ്പെട്ട ദൈവ പൈതൽ ഇന്ന് പ്രതീക്ഷിക്കാത്തതായ ശോധനകളിലൂടെ, വെല്ലുവിളിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ സഭയോട് ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, God is preparing you to see something great in your life. ശ്രേഷ്ഠമായ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുവാൻ, അത് നിങ്ങൾ അനുഭവമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. God is preparing. This is not the end. Oh hallelujah, this is not the end. ഈ സാഹചര്യം ഇതിങ്ങനെ അവസാനിക്കുകയില്ല. This is not the end. Hallelujah, glory be to God. ആത്മാവിൽ ഉടനീളം സ്തുതിച്ചെടുക്കണം. ഇന്ന് ഈ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ചില ബില്ലുകൾ ക്ലിയർ ആക്കുമെന്നും ചില വിടുതലുകൾ കർത്താവ് അയക്കുമെന്നും ആത്മാവ് സ്പഷ്ടമായി വെളിപ്പെടുത്തുന്നത് കൊണ്ട് ദൈവജനം ആരാധിക്കാനും ഏറ്റെടുക്കാനും ഹൃദയം നൊന്ത ദൈവത്തെ നിലവിളിക്കുവാനും അല്പം പോലും മടി കാണിക്കേണ്ട കാര്യമില്ല. റാദൽ കർമാന ഷൈദൽ പ്രൗഢവൽക്കനാസിയാല. Hallelujah, God is preparing to see something great in your life. Hallelujah. Oh shamardakhal siyala. Hallelujah. ഇനി ബ്രേക്ക് ത്രൂ എന്താണെന്ന് ഒന്ന് ആദ്യം ഹിന്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ബ്രേക്ക് ത്രൂവിൻ്റെ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിലുള്ളതായ ബ്രേക്ക് ത്രൂ. ഒന്നാമത്തെ ബ്രേക്ക് ത്രൂ ആണ് അഭിഷേകം പ്രാപിച്ചതായ ദാവീദ്. ദീർഘനാള് ഇരുട്ടിൻ്റെ തടവറയിൽ എന്ന പോലെ വനാന്തരത്തിൽ കഴിയേണ്ടി വന്നു. എന്നാൽ പിന്നത്തേതിൽ ദൈവം അവന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അതൊരു ചെറിയ അസൈൻമെൻ്റ് ആയിട്ടാണ് അവൻ്റെ ജീവിതത്തിൽ വന്നത്. എന്തായിരുന്നു ആ അസൈൻമെൻറ്റ്? ഗോല്യാത്തിനോട്. അത് പക്ഷേ അസൈൻമെൻ്റ് അങ്ങനെയല്ല വന്നത്. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാനാണ് വന്നത്. അതൊരു ഓർഡിനറി ആയിട്ടുള്ള, വേണമെങ്കിൽ രാജകീയ അഭിഷേകം തലയിൽ കിടക്കുന്ന ഒരുത്തന് ഒരു കൂലിക്കാരൻ്റെ ലേബർ ക്ലാസ്സിലുള്ളൊരു അസൈൻമെൻ്റാണ് അവന് കിട്ടിയത്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, അവിടെ വെച്ച് ദൈവം ആ സാധാരണ ബാലകൻ ഗോല്യാത്തിന് നേരെ കടന്നു ചെന്ന് ഗോല്യാത്തിനെ കുത്തിമലർത്തുന്ന, അല്ലെങ്കിൽ അവൻ്റെ ശക്തിയെ ഫെലിസ്തീയ ശക്തിക്ക് ഒരു വലിയ മേജർ ത്രട്ടായി ദാവീദ് മാറുന്ന അനുഭവം, ദാറ്റ് എക്സ്പീരിയൻസ് ഈസ് സ്പെസിഫിക്കലി ഇൻ ഡേവിഡ്സ് ലൈഫ് ഈസ് എ മേജർ ബ്രേക്ക് ത്രൂ. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. മനസ്സിലാവുന്നുണ്ടോ? സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ മാനുഷികമായ കരങ്ങൾ കൊണ്ട് നടക്കാൻ കഴിയാത്തത്, സ്വന്തം എഫോർട്ട് കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത തലങ്ങളിലേക്ക് ഒരു വ്യക്തിയെ വലിച്ചെറിയുവാൻ ദൈവത്തിന് കഴിയും. ഒരു രാഷ്ട്രത്തിന് ത്രട്ടാക്കിക്കൊണ്ട് ഒരു രാജകീയ അഭിഷേകത്തിൻ്റെ വിസിബിൾ മാനിഫെസ്റ്റേഷൻ. റബാ ഖമന, എൻ്റെ കൂടെ ദൈവസഭ വരട്ടെ. ഹല്ലേലൂയ. രാജകീയ അഭിഷേകമുള്ളവൻ ഇരുട്ടിൻ്റെ തടവറയിലായിരുന്നു, ഒരിക്കലും പൊങ്ങി വരുത്തില്ല എന്നുള്ളതായ സാഹചര്യത്തിലായിരുന്നു. എന്നാൽ ഒരു രാജ്യത്തിന് ഒരു മേജർ ത്രട്ടായി ഇതാ ഹല്ലേലൂയ ഫെലിസ്ത്യനെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവം ദാവീദിനെ ശക്തിപ്പെടുത്തുകയാണ്. This is called biblical breakthrough. Hallelujah, glory be to God. ഇന്ന് പകൽക്കാലം എന്തിനത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ, ദൈവാത്മാവ് നിയോഗം തന്നതുകൊണ്ടാണത് പറഞ്ഞത്. മേജർ ബ്രേക്ക് ത്രൂവിന് വേണ്ടി ഒരുക്കപ്പെട്ടവരാണ് ഇതിനകത്ത് വന്നവരത്. അത് റിയലൈസ് ചെയ്ത് പ്രാർത്ഥനാ ജീവിതം നയിച്ച്
അടങ്ങി ഒതുങ്ങി ദൈവത്തെ നോക്കി ദൈവം പറയുന്നത് അനുസരിച്ച് നിൽക്കുന്നവരെ ദൈവം പ്രത്യേക തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരും. അവന് സെക്കൻഡ് മതി. അവന് സെക്കൻഡ് മതി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്കിന് പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വലയിറക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, സ്തോത്രം, നീ പെരുത്ത മീൻകൂട്ടം കാണും. ദിസ് ഈസ് നോട്ട് എ പ്രോസ്പെരിറ്റി ഗോസ്പൽ, ദിസ് ഈസ് ദ റിയൽ ഗോസ്പൽ, ദിസ് ഈസ് ദ എറ്റേണൽ ഗോസ്പൽ. നിലനിൽക്കുന്നതായ ദൈവിക സത്യമാണത്. കുമാരബേനിയോ. ഹല്ലേലൂയ. രണ്ടാമത്തെ ബ്രേക്ക് ത്രൂ. ഒരുപാട് ബ്രേക്ക് ത്രൂ ഉണ്ട്. ബൈബിൾ ബ്രേക്ക് ത്രൂവിൻ്റെ ബുക്കാണ്. ബ്രോക്കൺനെസ്സിൽ നിന്നും നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ വായിച്ചതുപോലെ ചാരത്തിൽ നിന്ന്, അതാണ് പറയുന്നത്, ഗിവിംഗ് ദം എ ഗാർലാൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ആഷസ്. വെണ്ണീറിനു പകരം, ഓ ഹല്ലേലൂയ, ഗാർലാൻഡ് ഒരുക്കുന്ന ദൈവം. ഇന്ന് പകല നിങ്ങൾ വളരെ ദൈവമായിട്ട് കണക്റ്റായി ആത്മാവിൽ പ്രാർത്ഥിക്കണം. ചിലത് നടക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആഷസിന് പകരം ഗാർലാൻഡ് ഒരുക്കാൻ കഴിയുന്ന ശക്തമായ ആത്മപ്രചോദിതമായ ശക്തിയും ഊറ്റവുമുള്ളതായ പ്രവർത്തിപ്പാൻ കരുത്തുള്ള വചനമാണ് ഈ വചനം. ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ പ്രസാദ വർഷത്തിൽ ദൈവം ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. When the season comes in the hallelujah life of a child of God, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സീസൺ വന്നാൽ, ഫേവർ വന്നാൽ, നമ്മളെങ്ങനെയാണ് ആ ഫേവർ മനസ്സിലാക്കുന്നത്? ഈ വചനം നമ്മളെ തേടി വരുമ്പോൾ മനസ്സിലാക്കിക്കോണം. ദിസ് ഈസ് ദ ടൈം, ദിസ് ഈസ് ദ ടൈം. ഹല്ലേലൂയ. രക്തത്താൽ ജയം. രണ്ടാമത്തെ ഒരു ബ്രേക്ക് ത്രൂ. ഇസ്രായേൽ വലിയ അധപ്പതിച്ച് കിടക്കുന്ന ഒരു സമയം. ഇസ്രായേലിൽ ഒരുപാട് മിടുമിടുക്കന്മാരുണ്ടായിരുന്നു, ഇൻ്റലക്ച്വൽസ് ഉണ്ടായിരുന്നു ഇസ്രായേലിൽ. അതിനൊരു കുറവുമില്ലായിരുന്നു. രാഷ്ട്രീയം കളിക്കുന്നതായ കൊട്ടി രാഷ്ട്രീയക്കാരവിടെ ധാരാളം ഉണ്ടായിരുന്നു. അതിനൊന്നും ഒരു കുറവും അവിടെ ഇല്ലായിരുന്നു എന്നാ ചുരുക്കം. പക്ഷേ ഇസ്രായേലിനെ ദൈവത്തിൻ്റെ താല്പര്യമനുസരിച്ച് ലീഡ് ചെയ്യാൻ ഒരാളില്ലായിരുന്നു. കാരണം ദൈവം തൻ്റെ ജനത്തെ നയിക്കാനുള്ള ലീഡിങ് എന്ന് പറയുന്നത് അത് സ്പിരിച്വലാണ്. അത് പ്യുവർലി സ്പിരിച്വൽ അഫയർ ആണ്, നോട്ട് ദ ഇൻ്റലക്ച്വൽ അഫയർ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരാളെ അവിടെ കിട്ടാതിരിക്കുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. മിടുക്കരുണ്ട്, നല്ല പ്രഭാഷകരുണ്ട്, നല്ല രീതിയിൽ കഴിവ് തെളിയിച്ച ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ലീഡേഴ്സ് അവിടെ ഇസ്രായേലിൽ ഉള്ളപ്പോഴും ഇസ്രായേലിനെ ആ വലിയ പ്രതികൂലത്തിൽ നിന്ന് പൊക്കിയെടുക്കാൻ ഒരാൾ അവിടെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗിദെയോനെ ദൈവം കാണുന്നത്. അപ്പോൾ ഗിദെയോൻ്റെ മുൻപിലും വലിയ ചലഞ്ചാണ്. ഒരു രീതിയിലും കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഗിദെയോന് കഴിയത്തില്ല, സ്വന്തം കഴിവിൽ നടക്കത്തില്ല. എന്നാൽ കേവലം 300 പേരെ കൊണ്ട് അവസാനം ഒരു രാജ്യത്തെ കീഴടക്കുകയാണ്. അപ്പോൾ അവിടെ മാനുഷിക ബലം വർക്ക് ചെയ്തോ? ഹല്ലേലൂയ. വർക്ക് ചെയ്തില്ല. മാനുഷിക ബലത്തിനോ ബുദ്ധിയൊക്കെ, ഗിദെയോൻ്റെ ബുദ്ധിയൊക്കെ ദൈവം പിടിച്ച്, ഹല്ലേലൂയ, ദൈവം പരിധിക്ക് നിർത്തി. കാരണം ആ ബുദ്ധി കൊണ്ട് പോയാൽ മിദ്യാൻ്റെ കയ്യിലോട്ട് ചെല്ലുമ്പോഴേ അവൻ്റെ വായിലോട്ട് എന്ന് കയറുകയാണ്. അതോടെ അവൻ്റെ പരിപാടി തീരും. ഹല്ലേലൂയ. എന്നാൽ ദൈവം അതിൻ്റെ നായകനായി നിന്നുകൊണ്ട്, ദൈവം അതിൻ്റെ ലീഡറായി നിന്നുകൊണ്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ആത്മാവ് പ്രവചിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടിയും ചെന്നിറങ്ങി നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പ്രവർത്തിക്കാൻ, ഉടകബൽ ഖമനകസ്യാന, നിങ്ങൾക്ക് വേണ്ടി തന്നെ ചില സംരംഭങ്ങൾ ഈ രാജ്യത്ത് ഓപ്പണായിട്ടുണ്ടെന്ന് ആത്മാവ് പറയുന്നു. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ, ഓ സ്തോത്രം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ, ഖമർദല ഘടന അർത്ഥല വൈഡക രഹസ്യ, നിങ്ങൾക്ക് തന്നെ ഹല്ലേലൂയ എസ്റ്റാബ്ലിഷ് ആകാൻ പര്യാപ്തമായ അവസരങ്ങൾ. ഹല്ലേലൂയ. ഇവിടെ ഗിദെയോനെ എസ്റ്റാബ്ലിഷ് ആക്കുക മാത്രമല്ല, ഉയർത്തിക്കൊണ്ടുവരാനും ദൈവമെടുത്തൊരു മാധ്യമമായിരുന്നു അത്. ഭക്തിയോടെ ദൈവകൃപയിൽ നിന്ന ഗിദെയോനെ പൊക്കിയെടുത്തുകൊണ്ട് വരുവാനും ദൈവം കണ്ടൊരവസരം. ഇസ്രായേൽ ജനത്തെ വിടുവിക്കണമെന്നുള്ളത് മറ്റൊരു ദൈവിക പർപ്പസ്. പക്ഷേ ആത്യന്തികമായി ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ദൈവം തമ്പുരാനാണ്.
ഇന്ന് പകൽക്കാലം അത് ഓർത്ത് സ്തുതിക്കണം. നമ്മൾ ഇങ്ങനൊരു സഭ, ഇങ്ങനൊരു സദസ്സ്, ഇങ്ങനെ പവിത്രമായ ദൈവവചനം ദൈവാത്മാവ് നൽകി നമ്മെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, ഇത് എനിക്ക് വേണ്ടി എന്ന് പറയണം അധരം തുറന്ന്. ഹല്ലേലൂയ. ഇവിടം കൊണ്ട് ഈ വചനം കേട്ട് അവസാനിപ്പിക്കരുത്. ഗ്ലോറി ബി ടു ഗോഡ്. ഹി വിൽ ഗീവ് യു ഗാർലാൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ആഷസ്. ഗ്ലോറി ബി ടു ഗോഡ്. ഇന്നേം ഈ വചനം ശുശ്രൂഷിക്കുന്നത് ശരിയായ ആത്മീയത അനുഭവത്തിൽ നിന്ന് വളർന്ന് വർദ്ധിച്ച് കർത്താവിനാൽ വലിയ രീതിയിൽ മാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒക്കെയായി തൃപ്തിപ്പെട്ട് ഇത്രയും കൊണ്ടൊക്കെ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയല്ല ഈ വചനം ഇവിടെ പറയുന്നത്. വളരാൻ, പടരാൻ, പന്തലിക്കുവാൻ, ദൈവത്താൽ മാനിക്കപ്പെടുവാൻ, വർദ്ധിക്കപ്പെടുവാൻ വേണ്ടിയുള്ളവർക്കാണ്. ഇത്രയൊക്കെ മതി നീന്തിക്കുന്നവർക്ക് വേണ്ടി ഒന്നുമില്ല. ഇതെല്ലാം കഴിയും, നമുക്ക് ഫുഡ് കൊണ്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകും. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഇതിനപ്പുറം കാണുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ദൈവസഭയിൽ ആത്മാവ് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. സോ ബ്രോക്കൺനെസ് ഈസ് ഓഫൺ എ പാത്വേ ടു ബ്രേക്ക് ത്രൂ ഇൻ എ ബിലീവേഴ്സ് ലൈഫ്. അപ്പോൾ എപ്പോഴും തകർച്ച. അപ്പം ഈ രണ്ടുപേരുടെയും കാര്യം നോക്കിയാൽ തകർച്ചയിൽ നിന്ന് ദൈവം അവരെ കൊണ്ടുവരും, ആഷസിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരും. ഇത് വേദപുസ്തകം മൊത്തവും പരാമർശിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തെ നമ്മൾ ഏറ്റവും മധുരമായി കണ്ട് ധ്യാനിക്കുവാനായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ളതാണ്. അതെപ്പോഴും നമ്മോട് സംസാരിക്കുന്നു, എപ്പോഴും നമ്മെ ധൈര്യപ്പെടുത്തുന്നു. നമ്മുടെ ഗ്രാഫിങ് 0-യിൽ വരുമ്പോഴും ആ വേദപുസ്തകം ഒന്ന് തുറന്നൊന്ന് വായിക്കുമ്പോൾ, ഒന്ന് ധ്യാനിക്കുമ്പോൾ ധൈര്യം വർദ്ധിക്കുന്നില്ലേ, ബലം വർദ്ധിക്കുന്നില്ലേ, ശക്തി പ്രാപിക്കുന്നില്ലേ? ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഗ്ലോറി ബി ടു ഗോഡ്. ബ്രോക്കൺനെസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അതവരെ റിഫൈൻ ചെയ്യും. ആദ്യം തകർച്ചയുടെ അനുഭവം വരുമ്പോഴാണ് ഒരു ഇൻട്രോസ്പെക്ഷന് നമ്മൾ തയ്യാറാവുന്നത്, അല്ലേ? റിപ്പീറ്റഡ് ആയിട്ടുള്ള അടി നമുക്ക് വരുമ്പം, പരാജയങ്ങൾ വരുമ്പോൾ, കാര്യങ്ങൾ പിടിക്കുന്നിടത്ത് നിൽക്കാതെ വരുമ്പോൾ നമ്മളൊന്ന് താഴെ വരുന്ന ഒരവസ്ഥയുണ്ട്. മനുഷ്യൻ ജനറ്റിക്കായിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ വെച്ചാണ് ദൈവം എപ്പോഴും ഒരാളെ എന്ത് ചെയ്യുന്നത്? പണിയുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മേഘാലയയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഈ വാഹനങ്ങൾ ഒരുപാട്, പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷൻസിലൊക്കെ ഉള്ള വാഹനങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ടാണ്. ഒരുപാട് റിപ്പയറിംഗ് സെൻ്റർ ഒന്നും ജംഗ്ഷനിൽ അടുത്തടുത്തായിട്ട് എങ്ങും കിട്ടത്തില്ല. അപ്പോൾ എപ്പോൾ പോയാലും ഇപ്പോഴൊക്കെ ആണെങ്കിൽ 10 കിലോമീറ്റർ ഇടവിട്ടൊക്കെ റിക്കവറി വണ്ടികളുള്ള സ്റ്റേഷൻസ് ഉണ്ട്. കാരണം ഗ്രാമീണരായ ആളുകൾ ഈ വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും പ്രോപ്പറായിട്ടൊരു കെയറോ ഒരു മെയിൻ്റനൻസോ ഇല്ലാത്തത് കൊണ്ട് ഇത് പലപ്പോഴും വഴി കിടക്കും. ഒട്ടും മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, ഓടാൻ ശക്തിയില്ലാത്തൊരനുഭവം. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പം ആ ഒരു അനുഭവത്തിൽ മുമ്പോട്ടൊരിടി 1 ഇഞ്ച് പോലും പോകില്ലെന്ന് ചിന്തിക്കുമ്പോഴാണ് പിന്നെ അവിടെ അങ്ങ് കിടക്കും. ആ കിടക്കുന്ന ഒരു രംഗമുണ്ട്. നിങ്ങളാരെങ്കിലും വണ്ടിയും കൊണ്ട് പോയി എവിടെയെങ്കിലും വഴി കിടന്നിട്ടുണ്ടെങ്കിൽ റിയലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മളെപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നൊരു സ്പോട്ടിൽ അവൈലബിൾ ആക്കാൻ ദൈവം എടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ തിരിച്ചടികൾ, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തും പ്രാർത്ഥിക്കാൻ, അതിൻ്റെ ഒത്തിരി റീസണൊന്നും തിരഞ്ഞില്ലെങ്കിൽ പോലും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, സംവദിക്കുവാൻ നമ്മൾ അവൈലബിൾ ആകണം. അതൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കുറച്ച് അവൈലബിൾ നമ്മളെ കിട്ടുന്നത് കുറച്ച് പിടിയിൽ. ഞാൻ പറഞ്ഞത് അത് നമ്മുടെ പരാജയത്തിനല്ലെന്ന് തുടക്കത്തിലേ പറഞ്ഞു. ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ്. ദാറ്റ് എക്സ്പീരിയൻസ് ഈസ് പ്രിപ്പയറിങ് യു ടു സീ സംതിങ് ഗ്രേറ്റ്. ശ്രേഷ്ഠമായ ചിലത് കാണാനാണ്. അപ്പോൾ അവിടെ ഒരു റിഫൈൻ ചെയ്യുന്നതായ
ഒരു വലിയ റിഫൈനിങ് പ്രോസസ്സ് അവിടെ നടക്കും. നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനായി, നമ്മെ തന്നെ കഴുകാനായി, നമ്മുടെ കുറവുകളെ ഓർക്കാനായി ഉള്ളൊരവസരം ദൈവം നമുക്ക് തരുന്നു. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് വേണം ദൈവത്തിന് നമ്മെ ഈ പറഞ്ഞൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ. അത് ചിലത് നമുക്ക് ഇച്ചിരി ഹാർഡായിട്ട് തോന്നും, ചിലത് നമുക്ക് അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്നാൽ ഒരു ബാക്ക് സ്ലൈഡിന്, ഒരു പിന്മാറ്റത്തിന് തയ്യാറാകാതെ യഥാസ്ഥാനത്താക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം അതൊരു വലിയ ശ്രേഷ്ഠമായ ഒരനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. റിയൽ സ്പിരിച്വൽ ഗ്രോത്ത് കംസ് വെൻ വി സറണ്ടർ അവർ ബ്രോക്കൺനെസ് ടു ഹിം. ഹല്ലേലൂയ. യഥാർത്ഥമായ സ്പിരിച്വൽ ഗ്രോത്ത് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ആ ബ്രോക്കൺ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ബ്രോക്കൺനെസ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യാൻ, ഏൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? അതങ്ങ് ഏറ്റെടുക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ ഓൾ സ്റ്റോറി അങ്ങനെയാണ്. അവരെ സിമ്പിളായി ദൈവം ഒറ്റയെടുത്ത് പോലും വിട്ടിട്ടില്ല. എവിടെയൊക്കെ ബ്രോക്കൺനെസ് അവർക്ക് വേണോ, അവർക്ക് കുറവുണ്ടെന്ന് തോന്നിയോ, അവിടെ എല്ലാം ദൈവം അവരെ പിടിച്ചിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അനുതപിക്കാൻ, പ്രാർത്ഥിക്കാൻ, തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ അനേകമായ അവസരങ്ങൾ അവരുടെ ആ യാത്രയിലുടനീളം കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ബ്രോക്കൺനെസ് വി മസ്റ്റ് ബ്രിങ് ബിഫോർ ഗോഡ്. അത് വെച്ചോണ്ടിരിക്കേണ്ട ആ സങ്കടം, ആ സങ്കടങ്ങളെ നമ്മളായിട്ട് സഹിച്ച് തീർക്കണ്ട. ബിക്കോസ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. God wants to show his unchangeable favor to you. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഫേവർ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ അവൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. He want to give you garland instead of, hallelujah, instead of ashes. നിങ്ങൾ ആഷസ് എന്ന് പറഞ്ഞപ്പോൾ എന്താന്ന് മനസ്സിലായില്ലേ? പിന്നെന്തേലും ബാക്കിയുണ്ടോ? എല്ലാം കത്തി അമർന്ന് തീർന്നു പോയി എന്ന് വെച്ചാൽ ഇനി നടക്കത്തില്ല, എല്ലാം തീർന്നു, എല്ലാം സ്റ്റോറി അവസാനിച്ചു പറഞ്ഞു എടുത്ത് പുതിയൊരാരംഭം, ശ്രേഷ്ഠമായ ആരംഭം നൽകുന്ന ദൈവം. അപ്പോൾ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബ്രോക്കൺനെസ് ദൈവത്തിൻ്റെ മുൻപിലേക്ക് നമ്മൾ യഥാർത്ഥമായി കൊണ്ടുവരുമ്പോഴാണ്. അങ്ങനെ കൊണ്ടുവരുവാൻ നമുക്കിടയാകട്ടെ. വേദപുസ്തകത്തിലെ 2-3 എക്സാമ്പിൾ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ ഭാഗവും വായിക്കേണ്ട, എന്നാൽ എഴുതുന്നവർക്ക് വേണ്ടി പറയുന്നു. ജനസിസ് ചാപ്റ്റർ 37 to 50, 37 മുതൽ 50 വരെയുള്ളതായ ഭാഗത്ത് യോസഫിനെ കുറിച്ചൊരു സ്റ്റോറി അവിടെ പറയുന്നുണ്ട്. യോസഫ്, ഹല്ലേലൂയ, അവൻ ഏറ്റവും കൂടുതൽ ബിട്രയലായി, സഹോദരന്മാരാൽ ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട അനുഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഗോഡ് ഹാസ് എ സ്പെസിഫിക്, എല്ലാവരും ഇവിടെ ആണോ? ഗോഡ് ഹാസ് എ സ്പെസിഫിക് പ്ലാൻ അബൌട്ട് ഹിം. അതിൻ്റെ ദർശനം ദൈവം അവന് കൊടുത്തു. കൃത്യമായി ആ പിക്ചർ അവൻ്റെ മുൻപിലുണ്ട്. എന്നാൽ അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായ ബിട്രയലാണ് അവൻ്റെ സഹോദരന്മാരിൽ നിന്ന് അവൻ അനുഭവിക്കേണ്ടി വന്നത്. രണ്ടാമത്തത്, അവൻ അടിമക്കച്ചവടക്കാർക്ക് ഒരടിമയെന്ന പോലെ അവനെ വിൽക്കുന്നതായ സാഹചര്യമുണ്ടാകുന്നു. ഇതെല്ലാം ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ അവൻ്റെ മേലുള്ളപ്പോഴാണ്. മൂന്നാമത്, ഹല്ലേലൂയ, സ്തോത്രം, ഇംപ്രിസൺമെൻറ്റ്. ഒരു തെറ്റും ചെയ്യാത്തവൻ, വിശുദ്ധിയോടെ വിശ്വസ്തയോടുകൂടെ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവൻ ഇവിടെ തടവിലാക്കപ്പെടുകയാണ്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള വിഷയത്തിലാണ് ഇവൻ ഈ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുവാനിടയാകുന്നത്. എന്നാൽ ഈ 3 പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ലല്ലോ.
അവൻ്റെ ജീവിതത്തെ ആ ഒരു വിഷയത്തിൽ തന്നെ തീർന്നു പോകാവുന്നതാണ്. എല്ലാം തീരുന്ന അവസ്ഥയിലേക്ക് അവൻ വന്നതാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലൂടെ ഗോഡ് വാസ് പ്രിപ്പയറിങ് ഹിം ടു ബിക്കം ആസ് എ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ഈജിപ്റ്റ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ മുൻപിലുള്ളതായ ബ്രോക്കൺനെസ്സിനെ ദൈവം എങ്ങനെയാണ് അതൊരു നന്മയ്ക്കായി ചാനലൈസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കണം. യോസഫ് പറയുന്നു, നിങ്ങൾ എനിക്ക് ദോഷത്തിനായിട്ടാണ് ചെയ്തത്, പക്ഷേ എൻ്റെ ദൈവമോ ഹി ടേൺഡ് എവരിതിങ് ഫോർ അവർ ഗുഡ്. ശ്രദ്ധിക്കണേ ദേവി, ഇത് കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് രസിച്ചിരിക്കുന്നത് പിന്നീടാകട്ടെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ ഡെസ്റ്റിനിയെ ചേഞ്ച് ചെയ്യുന്ന ആലോചനകളാണ്. അന്നേരം പിശാച് വേണേ ശ്രദ്ധ മാറ്റും. അന്നേരം വേണേ അടുക്കളയിരിക്കുന്ന സ്റ്റൗ ഓഫ് ചെയ്തോ, വീടിൻ്റെ ഡോർ ലോക്ക് പൂട്ടിയോ, കാറിൻ്റെ ഡോർ ലോക്ക് ചെയ്തോ എന്നൊക്കെ പറയുന്ന ചെറിയ ചിന്തകളിലേക്ക് നിങ്ങൾ മാറുമ്പോഴും ശ്രേഷ്ഠമായത് ചിലത് നഷ്ടപ്പെടാം. സോ ബി വെരി സീരിയസ്. വി ആർ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഹോളി അനോയിൻറ്റിങ്. റബൽ ഖമനസ്യാല. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അപ്പോൾ ദൈവം ഈ വലിയ കഠിനമായ അനുഭവങ്ങളിൽ ഇരിക്കുന്ന ഒരുത്തന് എങ്ങനെ വരാൻ പറ്റും? ഈജിപ്തിനും ചില പ്രോട്ടോക്കോളൊക്കെ ഉണ്ട് ഓരോ സ്ഥാനങ്ങളിൽ വരുന്നതിന്. ഇംപ്രിസൺമെൻറ്റിൽ കിടന്ന ഒരു ബാഡായിട്ടുള്ള എന്തായാലും കേസ് ചാർജ് ചെയ്ത് അങ്ങനെയാണല്ലോ, ഒരിക്കലും അവന് വരാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഒരു സ്ലേവായി മറ്റൊരു കൺട്രിയിലുള്ള ഒരുത്തന് അവിടുത്തെ രാജ്യത്തിൻ്റെ ഭരണം എടുക്കാൻ അവിടെ നിയമമില്ലായിരുന്നു. ഇന്ന് പകൽക്കാലം ഓർക്കുക, എന്തിനാണിത് കൃത്യമായി ദൈവാത്മാവ് ഇടപെടുന്നതെന്ന് പറഞ്ഞാൽ, ദൈവത്തിലെ ഇന്നത്തെ നിയമം നോക്കിക്കൊണ്ട് നീ നിൻ്റെ ഭാവിയെ കാണരുത്. എത്ര പേർക്കിത് ബോധ്യമാകുന്നുണ്ട്? ഇന്നത്തെ നിയമത്തെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ കൈ പൊങ്ങി. ഹല്ലേലൂയ, ഇതുപോലെ ഓരോ കൈകളും പൊങ്ങണം. ഇവിടെ വിസായിക്ക് പാടില്ലാത്തവർക്ക് വളർച്ച ആഗ്രഹിക്കുന്നത് വേറെ ഒത്തിരി കാര്യങ്ങളെ ആഗ്രഹിച്ച് ഇരിക്കുന്നവരുണ്ടാകണം. ഇവിടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കാണുന്നവരാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിയമം ബാധകമല്ലാതാക്കുവാൻ, അല്ലെങ്കിൽ നിയമത്തെ ചേഞ്ച് ചെയ്യുവാൻ, അതിനകത്തൊരു കണ്ടോനേഷൻ തരുവാൻ ദൈവത്തിന് കഴിയും. ആ ദൈവമാണ് ഇന്ന് നമ്മുടെ നടുവിൽ ഇരിക്കുന്നത്. ആ കഥ തീർന്ന, ചരിത്രം അവസാനിച്ചെന്ന് പറഞ്ഞ ചാരത്തെ മാറ്റി ഹല്ലേലൂയ ശ്രേഷ്ഠതയിലേക്ക് നടത്താൻ ദൈവത്തിന് കഴിയും. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ സഫറിങ് ഉണ്ടല്ലോ, ഹി വാസ് റിമെയിൻ ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്. ഈ സഫറിങ്ങിലൂടെ എല്ലാം പോയപ്പോഴും അവൻ ദൈവത്തോട് വിശ്വസ്തരായിരുന്നു. ദിസ് ഈസ് കണ്ടീഷണൽ. ഇത് നമ്മൾ എപ്പോഴും വിശ്വസ്തരായി ദൈവത്തോട് കൂടെ നിൽക്കണം. ഹല്ലേലൂയ. നമ്മുടെ സകല ഉയർച്ചകളും ഇരിക്കുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഇൻറ്റഗ്രിറ്റി, നമ്മുടെ ലൈഫിൻ്റെ സിൻസിയറിറ്റി, നാം കാണിക്കുന്ന ഓണസ്റ്റി, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായക വളർച്ചയ്ക്ക് ബാധകമായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ഓർക്കട്ടെ, ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ശ്രേഷ്ഠമായ രീതിയിലുള്ളതായ വളർച്ചയ്ക്ക് നമ്മുടെ സിൻസിയറിറ്റി, നമ്മുടെ ഇൻറ്റഗ്രിറ്റി, നമ്മുടെ ഓണസ്റ്റി, നമ്മുടെ ഫെയ്ത്ത്ഫുൾ ലൈഫ് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ചെറുതായി കാണരുത്. ഗൗരവമായി കണ്ട് പ്രാർത്ഥിക്കുന്നവർക്കത് വലിയ ബെനിഫിഷ്യലായ ആലോചനകളാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം താൽക്കാലികമായ നന്മകൾക്ക് വേണ്ടി മാത്രമല്ല, ദൈവത്താൽ പണിയപ്പെടാൻ, ദൈവത്താൽ മാനിക്കപ്പെടാൻ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടിയാണ്. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ശ്രേഷ്ഠമായ നിലയിലേക്ക് ദൈവം അവനെ നടത്തി. രണ്ടാമത്തെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് മോശയുടെ ജീവിതമാണ്. തൊട്ടു പോകുന്നുള്ളൂ, കാര്യങ്ങൾ അറിയാം. മോശയ്ക്ക് ഏറ്റവും നല്ലൊരു ജീവിതം, അത് എക്സോഡസ് 2:14 നമ്മൾ ഒരു 14 അധ്യായം തന്നെ അതാണ്. എക്സൈൽ, പ്രവാസിയായിരുന്നു. പ്രവാസം എന്ന് പറഞ്ഞാൽ അതുപോലെ തുല്യമാണ്, ഓടിപ്പോകേണ്ടി വന്നു. എന്നാൽ അതിനു മുൻപ് നല്ല 40 വർഷം കിട്ടി, ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ ഇതാണോ എൻ്റെ ഭാവി എന്ന് തോന്നുമാറ് 40 വർഷം മിദ്യാന്യ മരുഭൂമിയുടെ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. പക്ഷെങ്കിൽ ദൈവം അവനെ
തിരിച്ചു കൊണ്ടുവരുന്നത് ശ്രേഷ്ഠമായ ദൈവ പദ്ധതിയുടെ നെടുനായകത്വം വഹിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. He came back from exile as a deliverer. എക്സൈലായിരിക്കുന്ന ഒരാൾ ഒരു അടിമയ്ക്ക് തുല്യമാണ്. അവൻ ഒരധികാരവുമില്ല. അടിമയെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അതറിയാൻ പറ്റുന്നത്. സ്ലേവറിയിൽ അവൻ്റെ വേജസ്, കൂലിയെക്കുറിച്ച് ചോദിക്കാൻ പറ്റത്തില്ല. എത്ര മണിക്കൂർ ജോലി ചെയ്തു, എത്ര കഠിനാധ്വാനം ചെയ്താലും യജമാനനോട് ചോദിക്കാൻ അനുവാദമില്ല, എന്നെ കൊണ്ട് എന്താണ് ഇത്രയും പണി ചെയ്യിപ്പിക്കുന്നത്. ആഹാരം കഴിക്കാൻ പോകണോ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതാണ് പ്രാഥമികമായി അടിമയുടെ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഒരടിമയെപ്പോലെ എക്സൈലായിരുന്ന ഒരാളെ ദൈവം തിരിച്ചു കൊണ്ടുവരികയാണ് ഒരു ഡെലിവററായി, ഇസ്രായേലിൻ്റെ വിമോചകനായി, ഈജിപ്തിൽ നിന്ന് അവരെ കനാനിൽ കൊണ്ടുപോകുവാൻ. എന്താണ് അതിൻ്റെ റീസൺ? God called him from brokenness to lead Israel out of slavery, performing mighty miracles. ശ്രേഷ്ഠമായ അത്ഭുതങ്ങളെ ചെയ്യുവാൻ, ജനത്തെ നയിക്കുവാൻ ദൈവം അവനെ മടക്കിക്കൊണ്ടുവരികയാണ്. God uses lowest point to ഹല്ലേലൂയ. ഓർക്കണം, ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് ദൈവം ഒരു ഹൈഹസ്റ്റ് പോയിന്റിലേക്ക് അവൻ കൊണ്ടുവരികയാണ്. വലിയ വചനങ്ങളാണ്. കുഞ്ഞുങ്ങളൊക്കെ ഇതെടുക്കണം. ദൈവത്തോട് ഫെയ്ത്ത്ഫുള്ളായി നിന്നാൽ അവൻ ആ മരുഭൂമിയിൽ ചെന്ന ആ ബ്രോക്കൺനെസ്സിൽ ഹി വാസ് വിത്ത് ഗോഡ്, ഹി വാസ് ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്. തകർച്ചകൾ വരുമ്പോൾ, കാര്യമായ രീതിയിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ, ഉദാസീനത കാണിച്ചു പ്രാർത്ഥനയുടെ വീര്യം കുറച്ച് ആരാധനയുടെ ശക്തിയെ ചോർത്തി നിന്റെ ജീവിതത്തെ പുറകോട്ട് കൊണ്ടുപോകരുത്. ഹല്ലേലൂയ. ഹി ഈസ് ക്ലോസ്ലി വാച്ചിങ് യു. അവൻ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ തകർച്ചയുടെ നടുവിൽ നീ ഏറ്റവും ഉത്സാഹത്തോടെ, ഏറ്റവും താല്പര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ ദൈവ പൈതലിനിടയാകട്ടെ. ആ ബ്രോക്കൺനെസ്സിൽ, ആ തകർച്ചയിൽ ഹി വാസ് ഫെയ്ത്ത്ഫുൾ വിത്ത് ഹിം. ഗ്ലോറി ബി ടു ഗോഡ്. ദൈവം നമ്മോട് ശക്തമായി സംസാരിക്കുന്നു. അവൻ ആ ലോവസ്റ്റ് ആയിട്ടുള്ള തലത്തിൽ നിന്ന് ദൈവം അവനെ, ആ മരുഭൂമിയിൽ നിന്ന് അവനെ കൊണ്ടുവരികയാണ്. ഒരു വലിയ പർപ്പസിനു വേണ്ടി ദൈവം ചെയ്യും. ഇന്ന് പകൽക്കാലം അത് വിശ്വാസമുള്ളവർ, ഈ വചനം ഡൈജസ്റ്റ് ആകുന്നവർ, ഈ വചനത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ തണുപ്പനൊരവസ്ഥയിലൂടെ നമ്മുടെ വിഷയങ്ങളിൽ ഒന്നും നടക്കാതൊക്കെ ഇരിക്കുവാണെങ്കിലും തളരരുത്, മുഖത്ത് പുഞ്ചിരി കുറയരുത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥനയിലും ആരാധനയിലും, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഒന്നിലും പുറകോട്ട് പോകരുത്. ഹല്ലേലൂയ. അതെല്ലാം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഇന്ന് നിങ്ങൾ തയ്യാറാകുക. ഹല്ലേലൂയ. ദൈവിക വിടുതലുകൾ നിങ്ങളിൽ വെളിപ്പെടുന്നത് കാണാൻ വലിയ ആഗ്രഹത്തോടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തകർച്ചകളെ മാറ്റി, ഇന്നത്തെ നിങ്ങളുടെ ആകുലങ്ങളെ മാറ്റി, ഇന്നത്തെ നിങ്ങൾക്ക് ഭാരമേറിയെന്ന് തോന്നുന്ന നിങ്ങളുടെ വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം തരണമെന്നുള്ള നീർന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വചനം പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അവയെ പ്രവർത്തിക്കുവാൻ, അവയുടെ മേലൊരു പൂർണ്ണമായ വിജയം തരാൻ, ഒരു വിടുതൽ തരാൻ, ദാനന്ദ നൃത്തം കർത്താവിൻ്റെ മുൻപിൽ ചെയ്യുവാൻ അവൻ നിങ്ങളെ ബലപ്പെടുത്തും. ഈ വചനങ്ങളെ നിങ്ങൾ നെഞ്ചോട് ചേർക്കുക. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഇതൊരു പ്രസംഗമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹാന, ഹല്ലേലൂയ. ഹാന, അവളുടെ ജീവിതം ബാരൻനെസ് ടു ഫ്രൂട്ട്ഫുൾനെസ്, തലമുറകൾ ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് ഉണ്ടാകത്തേയില്ല. ബിക്കോസ് നിങ്ങൾ ആ ഒരു മിസ്റ്ററി ദൈവാത്മാവെ വെളിപ്പെടുത്തരുത് ചേർക്കുകയാണ്. ബാരൻനെസ് ടു ഫ്രൂട്ട്ഫുൾനെസ്. ബാരൻനെസ് എന്ന് പറഞ്ഞാൽ വന്ധ്യത, അതിൽ നിന്നും ഒരു മൾട്ടിപ്ലിക്കേഷനും
ഫ്രൂട്ട്ഫുൾനെസ്സും ദൈവം ഒരുക്കുകയാണ്. പക്ഷേ ബൈബിളിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ലോഡ് ഹാഡ് ഷട്ട് ഹെർ വോംബ്. ലോഡ് ഹാഡ് ഷട്ട് ഹെർ വോംബ്. യഹോവ അവളുടെ ഗർഭത്തെ അടച്ചു. ആ ബ്രോക്കൺനെസ്സിലേക്ക് അവളെ കൊണ്ടുവരാനാണത് ചെയ്തത്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ആ സമയത്ത് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ഷീ മസ്റ്റ് അപ്രോച്ച് ദ റൈറ്റ് പ്ലേസ്. അവള് ശരിയായ സ്ഥലത്തെത്തണം. ഹല്ലേലൂയ. യഹോവയായ ദൈവത്തോട് അവൾ കരയണം. അതവളിൽ നിന്ന് നടന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ ചില തകർച്ചകളൊക്കെ നമ്മളെ സ്പോട്ടിൽ കൊണ്ടുവരാനായിട്ടാണ്, നമ്മളെ അവൻ്റെ സന്നിധിയിൽ കൊണ്ടുവരാനായിട്ടാണ്. ഹല്ലേലൂയ. നാം ആകേണ്ടതുപോലെ ആകുവാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദി പിശാചല്ലായിരുന്നു, ദൈവമായിരുന്നു. കാരണം അവളുടെ എക്സ്ട്രീം സമർപ്പണം ഇസ്രായേലിൽ ഉയർന്നു വരുന്ന വലിയൊരു വാക്കം. ഹല്ലേലൂയ. ഒരു പ്രവാചകനില്ലാതെ, ഒരു ന്യായാധിപനില്ലാതെ, ഹല്ലേലൂയ, ഒരു ലീഡർ ഇല്ലാതെ, ഇസ്രായേലിനെ നയിക്കാൻ ഒരു ആധ്യാത്മിക നേതാവില്ലാതെ ഇരിക്കുമ്പോൾ ദൈവത്തിന് ഒരാളെ വേണം. അപ്പോൾ ഹല്ലേലൂയ, ഇതാ ഹാനയെ ബ്രോക്കൺനെസ്സിലേക്ക് ദൈവം കൊണ്ടുവിടുന്നു. പക്ഷെ ആ ബ്രോക്കൺനെസ്സിൽ അവൾ പിന്മാറിയിരുന്നെങ്കിലോ, അവൾ വഴക്കുണ്ടാക്കി പെനിന്നയുമായിട്ട് തമ്മിലടിച്ച് അവളുടെ സമയങ്ങൾ അവൾ നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിലോ? പ്രിയമുള്ളവരെ, ഓർക്കുക, തമ്മിലടിക്കാനൊക്കെ ഇഷ്ടം പോലെ ചാൻസുകൾ മുന്നിൽ വരും. യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ കോർ ഇഷ്യൂ. Hallelujah. That must not dilute your core purpose or plan. അവിടെ പെണ്ണിനെ ഉയർന്നു നിൽക്കുന്നത് അവളുടെ അറ്റൻഷനെ ഡ്രോ ചെയ്യാനാണ്. ഹല്ലേലൂയ. അവളുടെ മേൽ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയെ തകർത്ത് കളയാനാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ആയുഷ് മുഴുവൻ അവൾ അടിച്ച് അവിടെ തീർന്നേനെ. ഹല്ലേലൂയ. ദൈവിക പർപ്പസിൽ നിന്ന് അന്യപ്പെടുത്തുന്ന എന്തു വന്നാലും അതിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കോണം ദൈവ പൈതൽ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണ്. അവനില്ലാത്തതിനെ ഉള്ളതുപോലെ പേര് വിളിച്ച് വരുത്തിയതാണ്. നിന്റെ ശൂന്യതയെ മാറ്റാൻ അവന് ഉത്തരവാദിത്വമുണ്ട്. നീ വഴിയെ കയറി വന്നതോ ഒന്നുമല്ല. ഹല്ലേലൂയ. നീ ദൈവ പൈതലാണ്. നീ ദൈവ പൈതലാണ്. അതുകൊണ്ട് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്നതിലോട്ട് ദൈവ പൈതലിന്റെ ശ്രദ്ധ പോകരുത്. യു ഹാവ് ടു റിമൈൻ ഫോക്കസ് ഓൺ യുവർ കോർ, യുവർ സ്പിരിച്വൽ കോർ. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ബാരൻനെസ് ടു ഫ്രൂട്ട്ഫുൾനെസ്. ദൈവം കാര്യങ്ങളെയൊക്കെ മാറ്റുക. 1 ശമൂവേൽ 1:2 അധ്യായത്തിലുണ്ട്. 1 ശമൂവേൽ 1:20 പറയുന്നു, ഷീ poured out her heart to God. അവൾ എന്താ ചെയ്തേ? നിങ്ങൾ ഈ വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമേ. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ളതാണിത്. ഷീ poured out her heart to God. ഇത് മാത്രമായിരുന്നു അവിടെ സംഭവിച്ചത്. അവളുടെ ഹൃദയം എന്ത് ചെയ്തു? ദൈവസന്നിധിയിലേക്ക് പകർന്നു. ഒരു ഗ്ലാസ്സിൽ നിന്ന് പകരുക എന്നൊക്കെ പറയുമ്പോൾ, ഹല്ലേലൂയ, മറ്റൊരു ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പകരുക എന്നല്ലേ അതിന് പറയുന്നത്? ഓ, വാട്ട് വാസ് ഇൻ ഹർ ഹാർട്ട്. ഹല്ലേലൂയ. ദ ഇന്റൻസിറ്റി ഓഫ് ഹർ ആഗണി. അവളുടെ ദുഃഖത്തിൻ്റെ തീവ്രത, അവളുടെ വേദനയുടെ തീവ്രത, ഓ, ഉരുകിമറിയുന്ന അപമാനവും നിന്ദയും ഒക്കെ സഹിച്ച് ആളുകളോട് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നവളുടെ ഉരുകി തിളച്ചു മറിയുന്നതായ ഹൃദയത്തിൻ്റെ അവസ്ഥ. She poured out to God. ഇന്ന് പകൽ ദൈവം നമ്മിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നു. He is willing to do miracle any time in your life. ഈ സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഖമൽ ബർഖാന സിയാല. വചനം വന്നാൽ ഉറപ്പാണ്. വചനം ദൈവത്തിൻ്റെതാണ്.
വചനം അങ്ങനെ ഇങ്ങനെ നമ്മുടെ അടുത്ത് എത്തത്തില്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാൻ അയച്ച എൻ്റെ വചനം അത് വെറുതെ നിൻ്റെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ അയച്ച കാര്യം സാധിക്കും. ഈ വചനങ്ങൾ ദൈവാത്മാവ് നമുക്ക് നൽകുമ്പോൾ ഓർത്തോണം, ഹല്ലേലൂയ, ഇതെനിക്ക് വേണ്ടിയാണെന്നുള്ള ചിന്തയോടെ ഏറ്റെടുത്ത് ദൈവവചനം ആത്മാവിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹൃദയത്തെ പകർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. ഗ്ലോറി ബി ടു ഗോഡ്. Hallelujah. Persistent prayer in our brokenness leads to divine intervention. Hallelujah. ആ തകർച്ചയുടെ അനുഭവത്തിൽ, ആ അനുഭവത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത്, that must bring the attention of our Almighty and He will intervene on that. അതവിടെ ആ ഹൃദയം അങ്ങോട്ട് പകർന്നപ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ കരഞ്ഞാൽ, നിങ്ങൾ നിലവിളിച്ചാൽ, നിങ്ങൾ ഉച്ചത്തിൽ സ്തുതിച്ചാൽ ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. നിങ്ങളോട് ചേർന്ന് ഞാനും കരയാൻ നോക്കും. ഞാനും ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ, നിങ്ങളെക്കാൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ നോക്കും. എനിക്ക് മടിയില്ല. ആര് നിൽക്കുന്നെന്ന്? ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടാകാൻ എന്ത് ദൈവം പറഞ്ഞാലും ചെയ്യാൻ താല്പര്യമുള്ളവനാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ, ഒരു കാലത്ത് ദൈവം വിളിച്ചപ്പോൾ ഒന്നും ചിന്തിക്കാൻ, ഒന്നും നോക്കാതെ എല്ലാം കളഞ്ഞ് കർത്താവിന് വേണ്ടി ഇറങ്ങാൻ ഇടയായത്. അതെനിക്ക് അനുഗ്രഹമേ ആയുള്ളൂ. നിങ്ങളോട് പറയട്ടെ, ഈ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ പെർസിസ്റ്റന്റ് പ്രെയർ നിങ്ങളുടെ തകർച്ചയിൽ, ഹല്ലേലൂയ, ദാറ്റ് ലീഡ്സ് ടു ഡിവൈൻ ഇൻ്റർവെൻഷൻ. ദൈവം, അവൾ പോകുന്നതിന് മുമ്പ് തന്നെ അതിനൊരു തീർപ്പുണ്ടായി. നോക്കണം, അവിടുത്തെ പ്രവാചകൻ വലിയ ക്യാപ്പബിളൊന്നും അല്ലായിരുന്നു. ആ പുരോഹിതൻ്റെ എല്ലാ റിവലേഷനും കുറഞ്ഞു പോകുന്നതുകൊണ്ടൊരു കാലമായിരുന്നു. പക്ഷെങ്കിൽ ഹല്ലേലൂയ, അവളെ ശരിക്കും മനസ്സിലാക്കിയത് പോലുമില്ല അദ്ദേഹം. അവൾ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ച് നിൽക്കുന്നത് പോലാണ് അവളെക്കുറിച്ച് പറഞ്ഞത്. പക്ഷെങ്കിൽ ദൈവം അവൾക്ക് ആ ആലയത്തിനകത്തുനിന്ന് പുറത്തു പോകുന്നതിന് മുൻപ് ദൈവം ചിലത് ചെയ്തു. ഇന്ന് പകൽക്കാലവും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവാത്മാവ് ആദ്യം ഒരു കാര്യം പറഞ്ഞു, കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ഹീ ഈസ് വില്ലിംഗ് ടു ഇന്റർവീൻ ഇൻ യുവർ പ്രോബ്ലം. നീ പകരുന്ന ആ ദുഃഖത്തിന്റെ ആ കടലുണ്ടല്ലോ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്നതായ, നീ പകരുന്നതായ ആ സങ്കട കടലുണ്ടല്ലോ, അതിന്മേൽ അവൻ ഇടപെടും, അവൻ മറുപടി തരും, അവൻ നിന്നെ മാനിക്കും. ഹല്ലേലൂയ. അത് ചെറിയ കാര്യത്തിന് വേണ്ടിയല്ല, അത് വലിയ കാര്യത്തിന് വേണ്ടിയാണ്. That will lead to, hallelujah, a major purpose. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവാത്മാവ് ഇടപെടുകയാണ്. ജോബിന്റെ ജീവിതം നോക്ക്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ 1 മുതൽ 42 വരെ നോക്കുമ്പോൾ കാണാൻ കഴിയും, from suffering to restoration. സഫറിങ്ങിന്റെ പാത്വേ അതെന്തൊക്കെയാണ്? he lost children, he lost wealth, he lost health, he lost name, fame, everything in a single moment. ഒറ്റ നിമിഷം കൊണ്ടെല്ലാം പോയി. മക്കൾ പോയി, ആരോഗ്യം പോയി, സമ്പത്ത് പോയി, പേരും പ്രശസ്തിയും എല്ലാം പോയി. പക്ഷെ ഒരു ബ്രേക്ക് ത്രൂ അവിടെ നടക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? ബിക്കോസ് ഹിസ് ഫെയ്ത്ത്ഫുൾനെസ് ഗോഡ് റിസ്റ്റോർഡ്. ദൈവം ജോബിന് ഇരട്ടിയായി മടക്കി കൊടുത്തതിൻ്റെ അവസാന അധ്യായത്തിലുണ്ട്. എന്താണ്? ഹി വാസ് റിമൈൻ ഫെയ്ത്ത്ഫുൾ ഇൻ ഹിസ് ബ്രോക്കൺനെസ്. തകർച്ചയിൽ. അതുകൊണ്ട് ഒരു ആവശ്യവും വിഷയമില്ലാത്ത ഒറ്റ കുഞ്ഞു വിടില്ല. അതൊരു നോർമൽ ആവശ്യത്തിന് വേണ്ടിയല്ല, അതിൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, ഒരു വലിയ പർപ്പസിന് വേണ്ടിയാണ് നിങ്ങളുള്ളത്. ഹല്ലേലൂയ. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ജനം തയ്യാറാകട്ടെ. ഇരട്ടിയായിട്ട് ദൈവം കൊടുത്തു. കരഞ്ഞവരെ ആരും അവൻ വെറുതെ വിട്ടിട്ടില്ല. ഹല്ലേലൂയ. കരയുന്നവരോട് കൂടെ അവൻ കരയുന്ന ദൈവമാണ്. അവൻ കണ്ണീര് തുടയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. കരയുന്നവരോട് കൂടെ കരയുന്ന എത്ര ലോക നേതാക്കളുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ്, അവൻ മാർത്തയുടെ മറിയുടെ സങ്കടം കണ്ടപ്പോൾ, മനസ്സിന്റെ ഉരുക്കം കണ്ടപ്പോൾ, he wept, അവൻ കരഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ കണ്ണീര് അവൻ കാണുന്നില്ല.
അതിന് ഇത്രയും ക്ലിയറായിട്ട് ഈ മൈന്യൂട്ടായിട്ട് ആരും മനുഷ്യൻ പറയും നീ അധികം കള്ളക്കണ്ണീര് ഒഴുക്കണ്ടെന്ന്. ഹല്ലേലൂയ. ഒരു സാധാരണ കാര്യത്തിനാന്നേലും വേണേൽ പറയും. പക്ഷേ ഒരു കാര്യം, പള്ളിയിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് പെണ്ണുങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് കരയും. കരയുമ്പോൾ വേണേ ആണുങ്ങൾ പറയും അത്തിരി കള്ളക്കണ്ണീരൊന്നും വേണ്ട എന്ന് പറയും. അത് ഏത് എക്സ്റ്റൻഷനിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ റിയലായിട്ടുള്ള കാര്യങ്ങളായി പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ കർത്താവ് കണ്ണീര് തുരുത്തിയിൽ അളന്ന് വെച്ച് കണക്ക് പറഞ്ഞ് മറുപടി തരും. ഇന്ന് കരയണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചേ മടങ്ങിപ്പോകാവൂ. ഈ വചനങ്ങൾ നിങ്ങളുടേതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഫറിങ് ഈസ് ടെമ്പററി ബട്ട് ഗോഡ്സ് റെസ്റ്റോറേഷൻ ഈസ് എറ്റേണൽ. സഫറിങ് ഇതെല്ലാം ഇത് മാറുമ്പോൾ നമുക്ക് സന്തോഷമാകും അല്ലേ? ഇന്നത്തെ പ്രശ്നം മാറുമ്പോൾ അതിൻ്റെ മേലൊരിത് വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നു. സഫറിങ് ഈസ് ഓൾവേസ് ഇറ്റ് ഈസ് ടെമ്പററി ബട്ട് റെസ്റ്റോറേഷൻ ഈസ് പെർമനൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് എറ്റേണൽ. ഹല്ലേലൂയ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ രണ്ട് കാര്യം പറഞ്ഞങ്ങ് പോവുക, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. പീറ്റർ, നമുക്കെല്ലാം അറിയാവുന്ന പത്രോസ്, ഡിനയൽ ടു ബോൾഡ് അപ്പോസ്റ്റൽ. ക്യാപ്ഷൻ ഞാൻ പറയാം, ഡിനയൽ ടു ബോൾഡ് അപ്പോസ്റ്റൽ. അവനെന്താ ചെയ്തേ? ആ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തെ പല അധ്യായങ്ങളിലുണ്ട്. തള്ളിപ്പറയുന്നു, മഹാപുരോഹിതൻ്റെ കാതെറുക്കുന്നു. നോക്കിയാൽ പത്രോസ് ഒത്തിരി കാര്യമൊക്കെ പറഞ്ഞെങ്കിലും ഒത്തിരി കാര്യങ്ങളിൽ മറ്റുള്ളവരെക്കാൾ മുൻപിൽ തെറ്റുകാരനായി പറയാൻ പറ്റുന്ന ആരാ? മറ്റേ ആരെങ്കിലും ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? മറ്റേ ശിഷ്യന്മാരുടെ ആരുടെയും കാര്യം ഇൻഡിവിജ്വലായിട്ട് തോമസിൻ്റെ കാര്യം മാത്രം ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്ന് സംശയിച്ചു. അത് കർത്താവ് ക്ലിയർ ചെയ്തപ്പോൾ സംശയം പോയി. പക്ഷെ പത്രോസിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങൾ. പക്ഷേ ആ ഒരു ഡിനയൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞതിനേക്കാൾ വലിയ കാര്യമില്ല, അത് കർത്താവ് തന്നെ കേൾക്കുക. പക്ഷെ അവിടെ നിന്നൊരു ഗ്രേറ്റ് അപ്പോസ്റ്റലായിട്ട് ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു. സോ ബ്രോക്കൺനെസ് ടു എ മേജർ ബ്രേക്ക് ത്രൂ. ബ്രോക്കൺനെസ് ലീഡ് ചെയ്യുന്ന എങ്ങോട്ടാണ്? ദൈവം ഇതിൽ വലിയ ഇതിലേക്കാണ്. ഇനി പൗലോസിനെ സംബന്ധിച്ച് നോക്ക്. പോൾ, ഹി വാസ് എ പെർസിക്യൂട്ടർ, കൊലപാതകിയാണ്. ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് മുടിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. ഹി വാസ് എ പെർസിക്യൂട്ടർ ടു എ ഗ്രേറ്റ് അപ്പോസ്റ്റൽ. ശിഷ്യന്മാരുടെ ഗണത്തിൽ ഇല്ലാഞ്ഞിട്ടും അവരെക്കാൾ ശ്രേഷ്ഠമായൊരു ലെവലിലേക്ക് നമുക്കങ്ങനെയൊന്നും വിലയിടാൻ പറ്റില്ല. ആ പദം ഞാനവിടെ വിഡ്രോ ചെയ്യുകയാണ്. എന്നാൽ ഒരു വലിയ അപ്പോസ്തലരുടെ കാലത്ത് തന്നെ സഭയുടെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട, കർത്താവിൻ്റെ കൂടെ നടക്കാൻ ഭാഗ്യം കിട്ടിയില്ലെങ്കിലും മറ്റ് ശിഷ്യന്മാർ ഇവരെ സമകാലികരായതുകൊണ്ട് കൂടെ നടന്നവരാ കൂടുതലും. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിൻ്റെ കൂടെ നടന്നവരാ ബാക്കി ശിഷ്യന്മാർ. അതേ സമയത്ത് പൗലോസ് വന്നപ്പം മറ്റേമാർക്കൊക്കെ ഒത്തിരി പറയാനുണ്ട്. കാരണം ഞങ്ങൾ കണ്ടതാ, ഞങ്ങൾ കേട്ടതാ, ഞങ്ങൾ തൊട്ടതാ. ഇതൊക്കെ പറയുമ്പോൾ അതിനപ്പുറത്ത് കർത്താവിനെ കൊണ്ടുപോയി മൂന്നാം സ്വർഗത്തോളം എടുത്ത് സ്വർഗത്തിലുള്ള സ്വർഗീയ മർമ്മങ്ങളെ മുഴുവൻ കാണിച്ച് സ്വർഗീയ മർമ്മം, ദൈവസഭയുടെ മർമ്മം അതുപോലെ വെളിപ്പെടുത്തി. രക്തത്താൽ ജയം കർത്താവിനെ സ്തുതിച്ചാട്ടെ. പോൾ ഫ്രം എ പെർസിക്യൂട്ടർ ടു എ ഗ്രേറ്റ് അപ്പോസ്റ്റൽ. God can transform even the hardest heart into a vessel for his purpose. ദൈവം ഒരു അതാണല്ലോ, ഞാൻ അവിടെ കൊണ്ട് ആ പദം വിടുകയാണ്. ഞാനൊരു കാര്യം കൂടെ, ഇനി ഒരു ഹിസ്റ്റോറിക്കൽ, ഇത് ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിലുള്ളതായ പരാജയങ്ങളിൽ നിന്നും ദൈവം ഉയർത്തിയതാണ്. ഒറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എബ്രഹാം ലിങ്കൺ നല്ല പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഞാൻ ഈ അടുത്ത സമയങ്ങൾ വരെ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന, അദ്ദേഹം പൊളിറ്റിക്കൽ ഇതാണ്, അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ ഒരുമാതിരി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. എന്നാലും എബ്രഹാം ലിങ്കൺ കുറച്ചുകൂടെ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ആളാണെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു നല്ല പ്രസംഗം കേട്ടപ്പോൾ, കാരണം ഈ നല്ല പ്രസംഗങ്ങൾക്കകത്തെ എന്തെങ്കിലും കണ്ടൻറ്റ് കാണത്തുള്ളൂ. അന്നേരം എബ്രഹാം ലിങ്കൻ്റെ ഒരു എക്സ്പീരിയൻസ്, പ്രാർത്ഥിച്ച് ഡിസിഷൻ എടുക്കുന്നൊരു ഇത് ഞാൻ കേട്ടു. അപ്പോൾ അതിൻ്റെ കണ്ണ് തുറന്നു. എബ്രഹാം ലിങ്കനെക്കുറിച്ച് കുറച്ചുകൂടെ ചിന്തിക്കാൻ. നമ്മുടെ എല്ലാവരുടെയും ഹീറോയാണ് അദ്ദേഹം. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ടുള്ള 11 പൊളിറ്റിക്കൽ ഫെയിലുവേഴ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു.
അങ്ങനെ ഒരാൾ ഇനി ഒരിക്കലും കയറി വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഫിയാൻസി മരിക്കുന്നു. അദ്ദേഹത്തിന് തന്നെ ഡിപ്രഷൻ വന്നൊരു സമയത്ത് വേറൊരു ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് നെർവിന് പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ ഫിസിക്കലി അദ്ദേഹത്തെ ടോർമെൻ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഉള്ള ഒരാൾ എങ്ങനെ ഗ്രേറ്റ് ആകാൻ പറ്റും? ഇത്രയും ഫെയിലുവേഴ്സ്, റിപ്പീറ്റഡ് ഫെയിലുവർ വന്ന ഒരാൾ ഈസ് എനി ചാൻസ് ടു ബിക്കം in a great position? Very difficult. But see, our God can. Hallelujah. Our God can. അതുമാത്രമല്ല, അമേരിക്കയിൽ ഇന്ന് ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ലീഡിങ് പ്രസിഡൻ്റായി ദൈവം സ്ലേവറി അബോളിഷ് ചെയ്യാൻ അവിടെ സിവിൽ വാർ നടക്കുന്ന സിവിൽ വാറിനെ ലീഡ് ചെയ്തത്, അതിൻ്റെ ആ സമയത്ത് അമേരിക്കയെ സ്റ്റെബിളാക്കി നിർത്തിയത് അദ്ദേഹമാണ്. ദൈവത്തിന് നമ്മുടെ ബ്രോക്കൺനെസ്സിനെ പണിയാൻ കഴിയും. നമ്മൾ ഇന്ന് പോകുന്ന സാഹചര്യം അത് എൻ്റെ അല്ല. നമ്മളൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മെസ്സേജ് ഇവിടെ നിർത്തുകയാണ്. പ്രാർത്ഥിക്കണം. നമ്മളുടെ നിരാശാജനകമായ ഹല്ലേലൂയ നമ്മുടെ ചുറ്റുപാടുകളെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത്? നമ്മൾ ഡൗൺ ആകരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ എന്താണ് പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. വളരെ കൃത്യമായി പറയുന്നു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. വലിയ പ്രശ്നത്തിലൂടെ പോയ പൗലോസിനോട് ദൈവം പറഞ്ഞു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. എൻ്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. എല്ലാവരും അല്പസമയം, ഈ പ്രാർത്ഥന നിർബന്ധം കൊണ്ടുള്ളൊരു പ്രാർത്ഥനയാകരുത്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. കമല ശനാദര വർദ്ധലാദിബൽ കമനഹസ്യാന്തരാദിയ. ഓ ദൈവമക്കൾ, ആ കരങ്ങൾ അടിച്ചുകൊണ്ട് ഹല്ലേലൂയ ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. കുടമനാദര ജുഡരാ ബലഗ രഗദൽ ഘടകന്ധരാധിരലവക്ഷലസ്യാല ഓ റീബൽ ഖവൽ വരാക്ഷസ്യാല. കർത്താവേ, നിന്റെ കരത്തിൻ്റെ വലിപ്പം കർത്താവേ ഞങ്ങൾ കാണുന്നു. കർത്താവേ, ഏത് തകർച്ചയിൽ നിന്നും ഉദ്ധരിക്കാൻ കഴിയുന്നവനാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, നിന്റെ വചനം വളരെ സ്പഷ്ടമായി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ചുറ്റുപാടുകളെയും മാറ്റിമറിക്കാൻ കഴിയുന്ന, ഞങ്ങളുടെ മുൻപിൽ തടങ്കൽ പാറയായി നിൽക്കുന്ന, വൻമതിലായി നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളുടെ മേലും ജയം തരാൻ കർത്താവേ നീ മതിയായവനാണെന്ന്, നീ മതിയായവനാണെന്ന്, നീ മതിയായവനാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഹല്ലേലൂയ. നിന്റെ മുൻപാകെ സങ്കടങ്ങൾ പകരുന്ന നിന്റെ മക്കളുടെ ജീവിതത്തിൻ്റെ മേൽ ഈ പകൽ വചനത്തിന്മേൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവകരം ചലിക്കട്ടെ, ദൈവിക വിടുതലിൻ്റെ കരം ചലിക്കട്ടെ. ഇപ്പോൾ തന്നെ ചില വിടുതലുകൾ നടക്കട്ടെ. അതങ്ങ് ആലോചന തന്നതാണല്ലോ, അങ്ങ് വാക്ക് തന്നതാണല്ലോ. ദൈവപ്രവർത്തികൾ നടക്കട്ടെ. ഓ ദൈവപ്രവർത്തികൾ നടക്കട്ടെ. ചാരത്തിൽ നിന്നും ഹല്ലേലൂയ പുനർസൃഷ്ടികൾ നടത്തുവാൻ കഴിയുന്ന ദൈവമേ, ഹല്ലേലൂയ, യു ക്യാൻ റീക്രിയേറ്റ് എവരിതിങ്. ഓ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്, നടക്കത്തില്ലെന്ന് പറഞ്ഞത്, ശത്രു തട്ടി മാറ്റിയത്, ഓ ശത്രു തട്ടിപ്പറിച്ചത്, അപഹരിച്ചത്, ഓ റേബൽ ഘടകരഹസ്യ, ഈ പകൽ അവനോട് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി അത് വിടുതലായി വ്യാപരിക്കട്ടെ. ആ വിടുതൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ വെളിപ്പെടട്ടെ. യെസ് കർത്താവേ, അങ്ങ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. ആഴത്തിൽ ചില കാര്യങ്ങൾ നീ ചെയ്തിരിക്കുകയാൽ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ മക്കളെ കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യെസ്, അനുഗ്രഹിക്കുന്നു നിന്റെ നാമത്തിൽ. ഓ റബൽ ശമന ദിരാൽ ബർഖാനാസിയാന. കർത്താവേ, വിടുതലോടെ നീ അയക്കുന്നതിനായി സ്തോത്രം.
ചില കാര്യങ്ങൾക്ക് നീ തീർപ്പ് കൽപ്പിച്ചയക്കുന്നതിനായി സ്തോത്രം. മറുപടി നൽകി അയക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ബഹുമാനവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ്